ക്ലീറ്റോ ക്ലീറ്റോ ഏട്ടാ എന്തിനാ വെറുതെ ചോദിക്കുന്നത്? പിന്നെ ഞാൻ ആരോട് ചോദിക്കണം? പിന്നെ ഞാൻ ആരോട് ചോദിക്കണടി? എന്ത് ആണുങ്ങളായ അന്തസ്സും നാണവും മര്യാദയും മാനവും ഒക്കെ വേണം. ഈ വലിയ അന്തസ്സിന്റെ കാര്യം പറയണത് കാര്യം എന്താ വെച്ചാൽ പറയണേ. വാച്ചറങ്ങട്ടെ. വാച്ചാ അയ്യോ കാപ്പി പിടിച്ചോണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിട്ടാ തമാശ പറയാതെ മര്യാദയ്ക്ക് വാച്ചെടുത്തോടാ. നിനക്ക് വാച്ചുണ്ടെങ്കിൽ നീ നിന്റെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കണം. നിന്റെ വാച്ച് എനിക്കും തരണം. നീ അന്നേരം കണ്ണു വെച്ചപ്പോഴേക്ക് മനസ്സിലായി അടിച്ചോണ്ട് പോകുന്നത്. ചേട്ടൻ അങ്ങോട്ട് വന്നില്ലല്ലോ. പോയോ? അത് പോയെങ്കിൽ പോട്ടാ. അത് പോവൂല, അത് അവിടെ ഉണ്ട്. അത് നീ എടുത്തോണ്ട് പോയി മര്യാദക്ക് എടുത്തോണ്ട് വാ. ഇതുവരെ പറഞ്ഞ കല്ലത് നീ നിന്റെ സ്റ്റേഷനിൽ എന്റെ ജീവിതത്തിൽ ആദ്യം എനിക്ക് ഒരു സമ്മാനം കിട്ടിയ സാധനമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയ അല്പന ഐശ്വര്യം വന്ന് അർദ്ധരാത്രി കുട പിടിക്കുന്ന എന്റെ ഇഷ്ടം. എടാ ഈ വാച്ച് ഞാൻ കണ്ട വാച്ചൊന്നും നീ കണ്ടിട്ടില്ല. എനിക്ക് എന്തോരം വാച്ച് കിട്ടി ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചതാണ്. ഞാൻ എപ്പോഴും നിന്നോട് വാച്ച് ചോദിച്ചിട്ടുണ്ടോ? ആയിക്കോട്ടെ. എനിക്ക് ഇരുന്നിരുന്ന ഒരു വാച്ച് കിട്ടിയപ്പോ നിനക്ക് അത് വേണം. അയ്യോ നീ കെട്ടിയാൽ കൊള്ളൂല. ഞാൻ കെട്ടിയ കൊള്ളാതെ വാങ്ങിയ വാച്ച് കെട്ടാത്ത തന്നെ നന്നായി. എവിടെ വെച്ചെന്ന് ഞാൻ അവിടെ ടേബിൾ ലെവലിൽ വെച്ചത്. അവിടെ നീ കണ്ടായിരുന്നോ? ഇവിടെ പല പ്രാവശ്യവും പലതും ഇതുപോലെ ചോദിക്കുമ്പോഴൊക്കെ എടുത്തില്ലെന്ന് പറയും, ചെയ്തില്ലെന്ന് പറയും. ഇവ തന്നെയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ നീ അത് ചോദിച്ചോണ്ടല്ല അവനെ സംശയം എടുത്തിട്ടുണ്ടെങ്കിൽ കൊടുക്കേ. എന്തോ കൊടുക്കാൻ മനസ്സില്ല. ഞാൻ വിഴുങ്ങിയ അയ്യോ നിന്റെ ആ നാണം കെട്ട വാച്ച് കെട്ടിക്കൊണ്ട് പുറത്തു പോകാനല്ല. അത്രയും വൃത്തിയായിട്ടല്ല ഞാൻ. നിന്റെ ഒരു ദിവസം തരുത്, ഒരു ദിവസം സമയം മര്യാദക്ക് എന്റെ അടുത്ത് കൊണ്ട് എന്റെ വാച്ച് തന്നില്ലെങ്കിൽ ഈ വീട്ടിൽ പോലീസ് നായ കയറി ഇറങ്ങും. ഈ പോലീസ് നായ മാത്രമേ കണ്ടടയോ. പോലീസിൽ കുതിരയുണ്ട്, പിന്നെ പട്ടാളമുണ്ട്, എല്ലാവരും വിളിനീ. പിന്നെ എന്റെ വാച്ച് എടുത്തു തരാൻ സൗകര്യമില്ല. നീ പോടി നിന്റെ ജോലിയൊക്കെ. പോലീസ് നായൊക്കെ വന്നാലുണ്ടല്ലോ. വന്നാ ഞാൻ പോലീസ് നായ കണ്ടിട്ടില്ലല്ലോ. എടുത്തിട്ടില്ലടാ. അതെ മടിയോണ്ട് പറയണ്ടാവും. നീ ഒന്ന് അവിടെ ചെന്ന് തെരഞ്ഞോക്ക്. എടുത്തിട്ടില്ലെന്നേ ആലോചിച്ച് നോക്കണേ. എന്റെ സാർ എനിക്കൊരു വാച്ച് തന്നത് ഞാൻ ഒന്ന് ഒരു പ്രാവശ്യം കെട്ടിയത് പോലില്ലടി. ഞാനൊരു കാഞ്ചിക്കട്ടെ, എത്ര രൂപ കാണോ വാച്ചിന്? അതിന്റെ വില മതിക്കാൻ പറ്റുമോ? നാളെ ചെലവ് സാറ് ചോദിക്കില്ലേ വാച്ച് എവിടെ ഞാൻ എന്ത് പറയും? ഇവൻ നേരത്തെ ചോദിച്ചപ്പോ കൊടുക്കാത്ത മനഃപൂർവ്വമല്ല, ഇവൻ കൊണ്ടുപോയ വിറ്റ് കളയും, ചിലപ്പോ അതുവഴി പൊക്കളയും. അതുകൊണ്ടാണ് കൊടുക്കാറുന്നത്. ഞാൻ എന്ത് ചെയ്യുന്ന ഒന്നും കൂടെ നോക്കാം. നീ അവിടെ ചെന്നിട്ട് എവിടെ ചെന്ന് നോക്കാൻ? ഈ വീടെന്താ ബീതലവറയോ? അല്ല അത് അങ്ങനെ കണ്ടപ്പോ ആഗ്രഹത്തിന് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നേരിട്ട് പറയാൻ ഒരു വിഷമം ഉണ്ടാവില്ല. എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടാവും. ഇല്ലാന്ന് നാളെ സാറ് ചോദിക്കും, ഞാൻ എന്ത് പറയൂടെ? ഒരു കാര്യം ഞാൻ പറയട്ടോ, ലീവ് എടുക്ക്, നമുക്ക് എന്തെങ്കിലും. അതെ ഈ പോലീസ് നായൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മണത്ത് കഴിഞ്ഞാൽ കുറ്റവാളിനെ കണ്ടുപിടിക്കൂട്ടാ. എത്ര കേസ് അങ്ങനെ തെളിയിച്ചിട്ടുണ്ടറിയോ? ഇവന് ചൂടായിട്ടെങ്ങാനും പോലീസ് നായെ കൊണ്ടിരിച്ച കള്ളനെ കണ്ടുപിടിക്കേ. അയ്യോ പട്ടി പട്ടി പോലീസ് നായ അതിനകത്ത് എന്നെ കടിക്കാൻ വന്നു. പോലീസ് പട്ടി ആരും കണ്ടിട്ടില്ല, പേടിപ്പിക്കുന്നു. വാ ഒന്നുകൂടെ നോക്കാം. വാ വാ അകത്ത് പോയി ഒന്നുകൂടെ നോക്കാം. വന്നേ വാ. കിട്ടോടാ കിട്ടും. വാ വാ. ആദ്യം കിട്ടിയത് വാച്ച്. പിന്നത് എവിടെ പോയത്?